വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപക ക്രമക്കേടുകൾ നടത്തിയ 4 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. 4 വർഷക്കാലമായി ചെയ്ത തൊഴിലുറപ്പ് പദ്ധതിയിൽ 368 ഫയലുകളിലാണ് ക്രമക്കേടുകൾ നടത്തിയിരിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. മിക്ക ഫയലുകളും ഓഫീസിൽ ഇല്ല. വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ട ജില്ലാ കളക്ടർ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്ററുടെ നേതൃത്വത്തിൽ 2019 മുതൽ ഈ വർഷം ജൂൺ മാസം വരെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പ് ഫയലുകൾ പരിശോധിച്ചപ്പോഴാണ് വ്യാപക ക്രമക്കേടുകൾ നടന്നിരിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. പരിശോധനയിൽ മുൻവർഷത്തെ പ്രവർത്തന ഫയലുകളിൽ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള എല്ലാ റെക്കോർഡുകളും ഇല്ല എന്നായിരുന്നു കണ്ടെത്തിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 4 ജീവനക്കാരെ പിരിച്ചുവിട്ടത്. അക്രഡേറ്റ് എഞ്ചിനീയർ മെവിൻ ജയം, ഓവർസിയർ ആർ അമ്പിളി, AITA-മാരായ എബിനൈസർ എബിനി വി, എ സതി എന്നിവരെയാണ് പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. പരിശോധനയിൽ 23 ഗുരുതര കുറ്റങ്ങളാണ് ഇവർക്കുമേൽ കണ്ടെത്തിയിരിക്കുന്നത്. കാലങ്ങളായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സംസ്ഥാന മിഷനും ജില്ലാ മിഷനും നൽകുന്ന ഉത്തരവുകളും സർക്കുലറുകളും മാർഗനിർദ്ദേശങ്ങളും വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തനങ്ങളിൽ നടപ്പാകുന്നില്ല എന്ന പരാതിയുടെ പരിശോധനയിലാണ് നടപടി. ഇതിൽ പ്രധാനമായും പല തൊഴിലുറപ്പ് പദ്ധതികളും പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പൂർത്തീകരിച്ചതായുള്ള റിപ്പോർട്ടുകൾ ആണ് നൽകിയിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് ജോലികൾ ചെയ്ത തൊഴിലാളികൾക്ക് ശമ്പളം ലഭിക്കത്തുമില്ല. ഇങ്ങനെ നഷ്ടമായ തുകകൾ മുഴുവനും കണ്ടെത്തി ഈ പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും തിരിച്ചുപിടിക്കാനുള്ള നടപടികളാണ് നടന്നുവരുന്നത്. മസ്റ്റോൾ തയ്യാറാക്കുന്നതിലും എംബുക്കിൽ രേഖപ്പെടുത്തി കൊടുത്ത തുകയും തമ്മിൽ വ്യത്യാസവും തൊഴിലാളികൾക്ക് അർഹമായുള്ള കൂലി നിഷേധിക്കുകയും നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് നടന്നിരിക്കുന്നതെന്നും കണ്ടെത്തിയിരുന്നു. കരാർ വ്യവസ്ഥയിലായിരുന്നു പിരിച്ചുവിട്ട ജീവനക്കാർ 7 വർഷക്കാലങ്ങളായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ ജോലി ചെയ്തു വന്നിരുന്നത്. ക്രമക്കേടുകൾ നടത്തിയതായി കണ്ടെത്തിയ രേഖകൾ തിരുവനന്തപുരം തൊഴിലുറപ്പ് മിഷൻ ഡയറക്ടർക്കും ഇടുക്കി LSGD ഡയറക്ടർക്കും കൈമാറിയിട്ടുമുണ്ട്. പിരിച്ചുവിട്ട ജീവനക്കാർ സർവീസിൽ തുടരുന്നത് തൊഴിലുറപ്പ് പദ്ധതികളുടെ നടത്തിപ്പിന് വിപരീതമായി ബാധിക്കുന്നതിനാൽ ഇവരുടെ കരാർ പുതുക്കി നൽകുന്നത് ഉചിതമല്ല എന്നും ജില്ലാ കളക്ടർ ഉത്തരവിൽ പറയുന്നു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന് തന്നെ കോട്ടം തട്ടിയ തൊഴിലുറപ്പ് പദ്ധതിയിലെ ക്രമക്കേടുകൾ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്ക് തലവേദനയായി മാറിയിട്ടുമുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥർ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള അന്വേഷണവും നടത്തി വരികയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.